ഫ്രണ്ട്സ്, ഗെയിൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് IT കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. വിവിധ കാറ്റഗറിയിലുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 300 മുകളിലുള്ള വേക്കൻസികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ വിശദമാക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 8 ഓഗസ്റ്റ് മുതൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 7 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ 67.8K ആയിട്ടുണ്ട്. ഒരു 100Kയിലേക്ക് നിങ്ങൾ എത്തിക്കുക. നിങ്ങൾ ഭൂരിഭാഗം പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇത് കാണാൻ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വിവിധ ഡിസിപ്ലിനിൽ വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള വിവിധ സ്റ്റേറ്റുകളിലേക്കുള്ള ഇതിൻ്റെ വിവിധ യൂണിറ്റിലേക്കും വിവിധ വർക്ക് സെൻറ്ററിലേക്കൊക്കെയുള്ള വേക്കൻസികളാണ് നോൺ എക്സിക്യൂട്ടീവ് വിങ്ങിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ വേക്കൻസികൾ നോക്കാം. ജൂനിയർ എഞ്ചിനീയർ കെമിക്കൽ, ഇതിൻ്റെ പോസ്റ്റ് കോഡ് 1, 2, 3 അങ്ങനെ പോസ്റ്റ് കോഡും വരുന്നുണ്ട്. സീരിയൽ നമ്പർ പോലെ തന്നെ അതിന് പോസ്റ്റ് കോഡ് വരുന്നുണ്ട് 1, 2, 3. അത് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഇതിൽ 2 വേക്കൻസിയാണ്. ഈ 2 വേക്കൻസി ST കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ബാക്കിയുള്ളവർക്ക് ഇതിൽ വേക്കൻസി ഇല്ല കേട്ടോ. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ, ഇതിൽ ഒരു വേക്കൻസി. ഇത് നമുക്ക് ST കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ്, റിസർവ്ഡ് വേക്കൻസിയാണ്. മറ്റുള്ളവർക്ക് ഇതിൽ വേക്കൻസി ഇല്ല. ഇതിനടുത്ത് ഫോർമാൻ ഇലക്ട്രിക്കലാണ്. ഇതിലേക്ക് നമുക്ക് ഒരു വേക്കൻസി, അതും ഈ പറയുന്ന ST കാൻഡിഡേറ്റ്സിനുള്ള റിസർവ്ഡ് വേക്കൻസിയാണ്. മറ്റുള്ളവർക്കുള്ള വേക്കൻസികൾ ഉണ്ട് കേട്ടോ, അത് വരും. ദെൻ ഫോർമാൻ ഇൻസ്ട്രുമെൻറ്റേഷനിലും ഈ പറഞ്ഞ പോലെ ടോട്ടൽ 14 വേക്കൻസിയാണ്. 5 വേക്കൻസി SCക്കും 9 വേക്കൻസി STക്കും ആയിട്ട് വന്നിരിക്കുന്ന വേക്കൻസികളാണ്. പിന്നെ ഇതിൻ്റെ ഫോർമാൻ സിവിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 6 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ നമുക്ക് വന്നിരിക്കുന്ന ജനറലിൽ 3 വേക്കൻസി ഉണ്ട്. ഈ ജനറലിൽ 3 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഏത് കാറ്റഗറി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. STയോ SCയോ OBCയോ EWS ഏത് കാറ്റഗറി ഉള്ളവർക്കും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ OBC NCL ആണെങ്കിൽ അവർക്ക് 3 വേക്കൻസി, അങ്ങനെ ടോട്ടൽ 6 വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. ദെൻ സൂപ്രിൻറ്റൻഡൻറ്റ്, ജൂനിയർ സൂപ്രിൻറ്റൻഡൻറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ടോട്ടൽ 5 വേക്കൻസി ഉണ്ട്. 1 ജനറൽ ഉണ്ട്, പിന്നെ 1 നമുക്ക് വരുന്നത് OBC, പിന്നെ SC, പിന്നെ ST, ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ടോട്ടൽ 5. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് EWSന് വേക്കൻസി ഇല്ല, പക്ഷേ അവർക്ക് എന്ത് ചെയ്യാം, ജനറൽ വേക്കൻസിയിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ആ റിലാക്സേഷൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. നമുക്ക് ജനറലായിട്ട് നമ്മളെ പരിഗണിക്കും. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ. ദെൻ അടുത്ത് വരുന്നത് ജൂനിയർ കെമിസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 8 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ ജനറൽ 3 വേക്കൻസി ഉണ്ട്, OBCക്ക് 3 വേക്കൻസി, SCക്ക് 2 വേക്കൻസി, ഇങ്ങനെയാണ് വേക്കൻസി. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ജനറൽ വേക്കൻസി ഉണ്ടായതുകൊണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനടുത്ത് ജൂനിയർ അക്കൗണ്ടൻ്റ് ആണ്. ഇതിലേക്ക് നമുക്ക് 14 വേക്കൻസി ഉണ്ട്. നിങ്ങൾക്കൂടെ കാണാം ജനറൽ 7, EWS 1, OBC NCL ആണെങ്കിൽ നമുക്ക് 3. ഈ OBC NCL എന്ന് പറഞ്ഞാൽ അറിയാത്തവരോടാണ് പറയുന്നത്. OBCയിൽ നമുക്ക് 2 കാറ്റഗറി ഉണ്ട്. അതായത് നമ്മുടെ വാർഷിക വരുമാനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, ഏകദേശം ഒരു 8 ലാക്കാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിന് താഴെ നമുക്ക് വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ ഈ OBC NCL സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിന് മുകളിൽ വരുമാനം ഉണ്ടെങ്കിലൊന്നും പിന്നെ നമ്മളെ എക്കണോമിക് കണ്ടീഷനൊക്കെ അവർ നോക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും അവർ നമുക്ക് OBC NCL സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുകയുള്ളൂ. അപ്പം OBCയിൽ തന്നെ ക്രിമിലിയർ വിഭാഗം എന്ന് പറയും. അത് നമ്മൾ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ അതേ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതിന് OBC നോൺ ക്രിമിലിയർ വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ, ഈ പറയുന്ന റിസർവേഷനും മേജർ റിലാക്സേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് OBC NCL സർട്ടിഫിക്കറ്റ് തന്നെ വേണം, നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പോരാ. അപ്പോൾ നിങ്ങൾക്ക് ഈ റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ അതത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന രീതിയിലുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, എങ്കിലേ നമുക്ക് ആ റിസർവേഷൻ കിട്ടുള്ളൂ. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് റിസ്ക് ഇല്ലാതെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്കത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ വരുന്നത് SCക്ക് 2, STക്ക് 1 വേക്കൻസി, അങ്ങനെ 14 വേക്കൻസി. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് ടോട്ടൽ 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ആ 3 വേക്കൻസി SCക്ക് റിസർവ്ഡ് വേക്കൻസിയാണ്. ബാക്കിയുള്ളവർക്കും ഇതിൽ വേക്കൻസി ഇല്ല കേട്ടോ. ദെൻ അടുത്തത് ഓപ്പറേറ്റർ കെമിക്കലിൽ 73 വേക്കൻസി ഉണ്ട്. ജനറൽ 31, EWS 6, OBC 16, ഓക്കെ, പിന്നെ SC 15, ST 5 വേക്കൻസി, ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് ടെക്നീഷ്യൻ ഇലക്ട്രിക്കലാണ്. ഇതിൽ ജനറൽ 21, EWS 4, OBC 8, SC 6, ST 5, അങ്ങനെ 44 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത ടെക്നീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇതിൽ ജനറൽ 21, EWS 4, ദെൻ
ഈ പറയുന്ന OBC 12, SC 5, ST 3, 45 വേക്കൻസിയാണ് അങ്ങനെ. പിന്നെ അടുത്തത് ടെക്നീഷ്യൻ മെക്കാനിക്കലിൽ 19 ജനറൽ വേക്കൻസി, 3 വേക്കൻസി EWS, 11 വേക്കൻസി OBCക്ക്, ഇത് 4 വേക്കൻസി SC, 2 വേക്കൻസി ST, അങ്ങനെ 39 വേക്കൻസി ഇതിൽ വന്നിട്ടുണ്ട്. ഇതിനടുത്ത് ടെക്നീഷ്യൻ ടെലികോം ടെലിമെട്രി ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 7 വേക്കൻസി ജനറൽ, 1 വേക്കൻസി EWS, 2 വേക്കൻസി OBC. ഇതിൽ SC കാൻഡിഡേറ്റ്സിന് വേക്കൻസി ഇല്ല, 1 വേക്കൻസി STക്കാണ്, അങ്ങനെ 11 വേക്കൻസി. ഈ SC കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം, ഈ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത് വരുന്ന ഓപ്പറേറ്ററാണ്. ഇതിൽ 5 വേക്കൻസി ജനറലാണ്, EWSന് വേക്കൻസി ഇല്ല, അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ OBCക്ക് 2 ഉണ്ട്, പിന്നെ SCക്ക് 1, STക്ക് വേക്കൻസി ഇല്ല, അങ്ങനെ 8 വേക്കൻസി. അപ്പോൾ ST കാൻഡിഡേറ്റ്സിന് ഈ 5 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്തത് വരുന്നത് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 13 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. ജനറൽ 6, EWS 1, OBC NCL 3, SC 2, ST 1, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ദെൻ ബിസിനസ് അസിസ്റ്റൻറ്റിൽ നിങ്ങൾക്ക് 65 വേക്കൻസി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജനറൽ 30, EWS 6, OBC 18, SC 7, ST 4, ഇങ്ങനെയാണ് വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 391 വേക്കൻസികളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ തുടർന്ന് നിങ്ങൾ കാണാം, ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഓക്കെ. പിന്നെ നിശ്ചയമുള്ള PWD കാൻഡിഡേറ്റ്സിനൊക്കെ റിസർവ് വേക്കൻസികൾ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം, പക്ഷേ ചില 1 വർഷം 2 വർഷമൊക്കെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ബെനിഫിറ്റ് അതിൻ്റെ ഒരു അപ്രൻറ്റീഷിപ്പ് ചെയ്തവർക്കുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞ വീഡിയോ കാണാതിരിക്കേണ്ട. നിങ്ങളിതൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനിയും എന്താണ് ഗെയിലിൽ റിക്രൂട്ട്മെൻ്റ് ഒക്കെ വരുന്ന സമയത്തെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെ മേഖലയുമായിട്ടാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലാതെ നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, വെറുതെ നമ്മൾ ഇരിക്കുന്നതിൽ നല്ല കരാറായിട്ടൊക്കെ എവിടെയെങ്കിലും നമുക്ക് ഫ്രഷേഴ്സിന് കയറാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കയറി എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചോളൂ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കരിയറിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നിന്ന് പോവുകയാണ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഞാനിതിൻ്റെ ചില പോസ്റ്റിലേക്കൊക്കെ 1 വർഷം വേക്കൻസി മതി, ചിലതിലേക്ക് 2 മതി. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് അപ്രൻറ്റീഷിപ്പ് ഉള്ളവർക്ക് അതിലൊരു എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. അതിൻ്റെ കാര്യം പാടെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ട് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോകണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ജൂനിയർ എഞ്ചിനീയർ നമുക്കൊരു ഓർഡറിൽ തന്നെ പോകാം. ജൂനിയർ എഞ്ചിനീയർ കെമിക്കലിൽ പേ സ്കെയിലൊക്കെ നമുക്ക് കൂടെ കാണാം. 37 മുതൽ 1,38,000 ആണ്. 45 വയസ്സ് ST കാൻഡിഡേറ്റ്സിനും ഈ പറയുന്ന വേക്കൻസി ഉള്ളൂ, 2 വേക്കൻസി അതിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. STയിൽ തന്നെ PWD ആണെങ്കിൽ അവർക്ക് 55 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. 60% മാർക്കോടുകൂടി നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായിരിക്കണം. ഈ പറയുന്ന കെമിക്കൽ, പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ടെക്നോളജി, ഇതിലേതെങ്കിലും എന്താണ് 60% മാർക്കോടുകൂടി നിങ്ങൾ ഈ പറയുന്ന ഡിപ്ലോമ പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. കെമിക്കൽ ഡിസിപ്ലിനുമായിട്ട് ഈ പറയുന്ന 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനടുത്തത് എക്സ്പീരിയൻസ് നിർബന്ധമാണ് കേട്ടോ, എസെൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അടുത്തത് വരുന്നത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കലാണ്. ഇതിൽ STക്ക് 45 വയസ്സാണ്. STയിൽ തന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 55 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പേ സ്കെയിലൊക്കെ കൂടെ കാണാം നിങ്ങൾക്ക്. ഇതിലും നിങ്ങൾക്ക് ഈ പറയുന്ന 60% മാർക്കോട് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായിരിക്കും. മെക്കാനിക്കലിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ്ങിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ ഇതിലേതെങ്കിലും ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ. ഇതിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഈ മെക്കാനിക്കൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട്. ഇതിനടുത്ത് വരുന്നത് ഫോർമാൻ ഇലക്ട്രിക്കൽ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 33 ആണ് ST കാൻഡിഡേറ്റ്സിന്. STയിൽ PWD ആണെങ്കിൽ അവർക്ക് 43. PWD എന്ന് പറഞ്ഞാൽ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നാണ്. അതായത് ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് ശാരീരികമായി വൈകല്യമുള്ള ഉദ്യോഗാർത്ഥികളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചും പാടെ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അതാണ് 43. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം 60% മാർക്കോടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസിന് പകരം നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇലക്ട്രിക്കൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 2 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ 1 വർഷത്തെ അപ്രൻറ്റീഷിപ്പാണ് ചെയ്തത്, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോർമാൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. ഇതിൽ 33 SC കാൻഡിഡേറ്റ്സിന്. ദെൻ PWDയിലാണെങ്കിൽ അത് 43 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം, SC കാൻഡിഡേറ്റ്സിൽ തന്നെ. ഇനി ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എന്തൊക്കെ ഡിപ്ലോമ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളോ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ 60% മാർക്കോട് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിസിപ്ലിനുമായിട്ട്. ഇവിടെ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ഉണ്ട്. അതെന്താണ്, നിങ്ങൾ ചെയ്ത അപ്രൻറ്റീഷിപ്പിൻ്റെ ഡ്യൂറേഷൻ
ക്വാളിഫിക്കേഷൻ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണെന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് വരുന്നത് ഫോർമാൻ സിവിലാണ്. ഇതിൽ നിങ്ങൾക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ജനറൽ കാൻഡിഡേറ്റ്സിന്. ഇതിൽ കുറേ വേക്കൻസികൾ വരുന്നുണ്ട്. എല്ലാ കാറ്റഗറി OBCക്ക് വേക്കൻസി ഉണ്ട്, അതിൽ PWDക്ക് വേക്കൻസി ഉണ്ട്. അപ്പോൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, ജനറൽ ആണെങ്കിൽ 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റിസർവ്ഡ് വാക്കൻസി ഉള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ ജനറൽ വാക്കൻസിയിലേക്ക് ഇപ്പോൾ SCയോ STയോ അല്ലെങ്കിൽ ഈ പറയുന്ന OBCയോ കാൻഡിഡേറ്റ്സ് അപ്ലൈ ആണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷനോ കാര്യങ്ങളൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അവർക്ക് അങ്ങനെയുള്ള റിലാക്സേഷൻ ഒന്നും ഉണ്ടാവില്ല. ജനറൽ കാൻഡിഡേറ്റ്സ് അവരെ പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ 60% ഡിപ്ലോമ 60% മാർക്കോടെ ഡിപ്ലോമ പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയി നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൗണ്ട് ആയിട്ട് അതിൽ കൂട്ടുന്നതാണ് കേട്ടോ. 1 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. 2 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കും. ഇനി അതല്ല 1 വർഷത്തെ അപ്രൻറ്റീഷിപ്പ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ചാൻസ് മുതലെടുത്ത് അതൊക്കെ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനടുത്ത് നിങ്ങളുടെ കാണാൻ ജൂനിയർ സൂപ്രണ്ടൻറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. അതിൽ നിങ്ങൾക്ക് 28 ജനറൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി. എന്നാൽ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ PWD ആണെങ്കിൽ 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിരുദമാണ്. 3 വർഷം ഡ്യൂറേഷനുള്ള ഹിന്ദി ലിറ്ററേച്ചറിലോ ഹിന്ദിയിലോ ഉള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ബിരുദ തലത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ഒരു പ്രധാന സബ്ജക്റ്റായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് നമ്മളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. പ്ലസ് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഹിന്ദി എന്ന് പ്രത്യേകം നമുക്ക് ആ ഒരു നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഹിന്ദി ലിറ്ററേച്ചറിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ നമുക്ക് ബിരുദം കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ബേസിക് കാര്യങ്ങളാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, പിന്നെ അടുത്ത ജൂനിയർ കെമിസ്റ്റാണ്. 28 ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ജനറൽ കാൻഡിഡേറ്റ്സിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28. OBC ആണെങ്കിൽ 31, SC/ST ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് MSc കഴിഞ്ഞവർക്ക് മാസ്റ്റർ ഡിഗ്രി അതായത് MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 55% മാർക്ക് വേണം. ഇതിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഈ ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയൊക്കെ ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതിനടുത്ത് നിങ്ങൾക്ക് 28 ഏജ് ലിമിറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ 28 ഏജ് ലിമിറ്റ് വരുന്നത് ജനറലിന്. OBC ആണെങ്കിൽ 31, SC/ST ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWDക്കും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ഓർ ഇക്വലൻ്റ് ആയുള്ള CA അല്ലെങ്കിൽ ICW ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് MCOM കഴിഞ്ഞവർക്ക് 60% മാർക്കോട് MCOM കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഫൈനാൻസ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്പോൾ IOCLൻ്റെ ഒക്കെ ഈ BCom ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന അപ്രൻറ്റീഷിപ്പ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ചാനലുണ്ട് കേട്ടോ, നമ്മുടെ IOCLൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ പരിഗണിക്കും. സെയിം ഇൻഡസ്ട്രി ആണല്ലോ ഈ ഗ്യാസ് ഓയിൽ എന്നൊക്കെ പറയുന്ന ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും പാടെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇനിയും നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പം അത് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യാൻ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്, വെറുതെ നിൽക്കണ്ട. അടുത്ത് നിങ്ങളുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ലബോറട്ടറി ആണ്. ഇതിൽ 31 SC കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റ്. SCയിൽ തന്നെ PWD ആണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് മതി. 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിനടുത്ത് ഓപ്പറേറ്റർ കെമിക്കലാണ്. 26 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് BSc വിത്ത് ഈ പറയുന്ന ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സിൽ നിങ്ങൾ BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 55% മാർക്ക് വേണം. ഇനി അതല്ലെങ്കിൽ BSc ഓണേഴ്സ് ഇൻ കെമിസ്ട്രി കഴിഞ്ഞവർക്കും 55% മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് മതിയിട്ട്. അതൊക്കെ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്തതാണെങ്കിൽ ആ എക്സ്പീരിയൻസിന് പകരം അത് കൗണ്ട് ചെയ്യുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഈ അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ എക്സ്പീരിയൻസ് തപ്പി നടക്കണ്ട. ഇതിനടുത്ത് ടെക്നീഷ്യൻ ഇലക്ട്രിക്കലാണ്. ഇതിൽ 26 ഏജ് ലിമിറ്റ് വരുന്നത്. OBC ആണെങ്കിൽ 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ 10ാം ക്ലാസ് പ്ലസ് ITI കഴിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പാണ്. 10ാം ക്ലാസ് പ്ലസ് അതായത് നിങ്ങൾക്ക് 10th പ്ലസ് ITI ഒന്നെങ്കിൽ ITI ഇനി അതല്ലെങ്കിൽ 10th പ്ലസ് നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ റെയിൽവേയിലൊക്കെ നിങ്ങൾ കയറി അപ്രൻറ്റീസ് ചെയ്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ ഫ്രഷർ ആയിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തവരുണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏതാ ട്രേഡ് എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ട്രേഡിൽ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ വയർമാൻ എന്ന് പറയുന്ന ട്രേഡിലോ നിങ്ങൾ ഈ പറയുന്ന ITI അല്ലെങ്കിൽ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൽ നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ITI കഴിഞ്ഞ് അതായത് 10ാം ക്ലാസ്സും കഴിഞ്ഞ് ITI കഴിഞ്ഞ് നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് 2 വർഷത്തെ അപ്രൻറ്റീഷിപ്പോ അല്ലെങ്കിൽ 1 വർഷത്തെ
അപ്രൻറ്റീഷിപ്പ് ഒക്കെ ചെയ്തെങ്കിൽ അത് അപ്രൻറ്റീഷിപ്പും പാട് അതിൻ്റെ കൂടെ ചെയ്തവരാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയിട്ട് അത് പരിഗണിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതല്ല 10ാം ക്ലാസ്സും അപ്രൻറ്റീഷിപ്പും ചെയ്ത് വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേറെ നമുക്ക് ഈ പറയുന്ന നിശ്ചിതമായുള്ള ഒരു എക്സ്പീരിയൻസും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നുള്ള കണ്ടീഷനാണ്. ഇതിനടുത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം ടെക്നീഷ്യൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. 26 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഏജ് റിലാക്സേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവും. OBCക്ക് 3 വർഷം, SC/STക്ക് 5 വർഷമൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുക. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ITN ആണ്, അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ ട്രേഡിലായിരിക്കണം എന്നുള്ളതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. മുകളിൽ പറഞ്ഞ കണ്ടീഷനൊക്കെ ഇതിലും എന്താണ് ബാധകമാണ്. ഓക്കെ, ഇതിനടുത്തത് നിങ്ങൾക്കൂടെ ടെക്നീഷ്യൻ മെക്കാനിക്കലാണ്. 26 ഏജ് ലിമിറ്റ്, ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ITI അതുപോലെ തന്നെ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഫിറ്ററിലോ അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക്കലോ അല്ലെങ്കിൽ മെഷീനിസ്റ്റിലോ അല്ലെങ്കിൽ ടേർണറിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ എന്താണ് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും ITIയും അല്ലെങ്കിൽ 10ാം ക്ലാസ്സും അപ്രൻറ്റീഷിപ്പും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിൽ 2 വർഷമാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും ITIയും നിങ്ങൾ അപ്രൻറ്റീഷും ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത് ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് എത്ര വർഷം വെച്ചാൽ അതെന്താണ് ഈ പറയുന്ന എക്സ്പീരിയൻസിൽ കൗണ്ട് ചെയ്യുന്നതാണ്. അതല്ല നമ്മൾ വേറെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്രൻറ്റീഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ എല്ലാ അധിക റിക്രൂട്ട്മെൻറ്റിലും അത് പരിഗണിക്കാറുണ്ട്. ദെൻ അടുത്ത ടെക്നീഷ്യൻ ടെലികോം ആൻഡ് ടെലിമെട്രി ആണെങ്കിൽ 26 ഏജ് ലിമിറ്റ് ഇതും വരുന്നത്. SC/ST OBC ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ നമുക്ക് 10ാം ക്ലാസ് പ്ലസ് ITN ആണ്, അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പാണ് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ട്രേഡിലോ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതൊക്കെ മുകളിൽ പറഞ്ഞ അത് സെയിം പോസ്റ്റ് തന്നെയാണ്, ട്രേഡും വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ സെയിം കാര്യങ്ങളാണ് ഇവിടെയും ബാധകമാണെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ അവിടെ മുകളിലൊക്കെ ഒന്ന് ഓർഡറിൽ അങ്ങനെ കേട്ട് വരിക കേട്ടോ, പെട്ടെന്ന് മനസ്സിലാത്തവരുണ്ടെങ്കിൽ. ഇതിന് ഓപ്പറേറ്റർ ഫയർ ആണ്. ഇതിൽ എനിക്ക് 26 ഇതിനും ഏജ് ലിമിറ്റ്. SC/ST OBC ഒക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. +2 നിങ്ങൾ പാസ്സായിരിക്കണം. പ്ലസ് എന്താണ് +2 നിങ്ങൾ ഏത് സ്ട്രീം എടുത്ത് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് ഏത് പഠിച്ചാലും കുഴപ്പമില്ല. അതിൽ കൂടെ തന്നെ 6 മന്ത് ഡ്യൂറേഷനുള്ള ഫയർമാൻസ് ട്രെയിനിങ് കോഴ്സ് നിങ്ങൾ പാസ്സായിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രെയിനിങ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു 6 മന്ത് ഡ്യൂറേഷനുള്ള ഫയർമാൻസ് ട്രെയിനിങ് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നമുക്ക് ഫയർ ട്രക്കുകളൊക്കെ ഉണ്ടല്ലോ വലിയ, അതൊക്കെ ഓടിക്കാനുള്ള ലൈസൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താണ് പമ്പ് അല്ലെങ്കിൽ ഈ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനും പാടെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അത് പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്കൊരു അറിഞ്ഞാൽ മതി. ഓക്കെ, ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു സ്കിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അത് പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ബാധകമല്ല. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ +2 പ്ലസ് 6 മാസം ഡ്യൂറേഷനുള്ള ഫയർമാൻ ട്രെയിനിങ് കോഴ്സ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതോടൊപ്പം വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ, ഫയർ ആൻഡ് സേഫ്റ്റി ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട്. ഇതിനടുത്ത് നിങ്ങൾക്ക് വരുന്ന ഓപ്പറേറ്റർ ബോയിലറാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് എന്താണ് ITI അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് പ്ലസ് അതിൻ്റെ കൂടെ 2nd ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റും പാടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് BSc ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് പ്ലസ് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 2nd ക്ലാസ് ബോയിലർ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബോയിലർ എന്ന് പറയുന്ന ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം 1 വർഷത്തെ. ഇതിന് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആണ് അടുത്തത്. 26 ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ്. SC/ST OBC ആണെങ്കിൽ ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. SC/ST ആണെങ്കിൽ 5 വർഷം, OBC NCL ആണെങ്കിൽ 3 വർഷം. പിന്നെ PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണ് അധികം, അതുകൊണ്ടാണ്. നിങ്ങൾ മുഴുവനായിട്ടും കാണുക കേട്ടോ, ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ കൂടി പോകും, അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിഗ്രിയാണ്. നിങ്ങൾക്ക് BCom അതായത് കൊമേഴ്സിൽ നമുക്ക് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ BCom കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ 55% മാർക്ക് മതി. ഓക്കെ, 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. അത് ഫൈനാൻസ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട്. പിന്നെ Excel, MS Word ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് അതിലൊക്കെ ഉള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളൂ. പിന്നെ അടുത്തത് ബിസിനസ് അസിസ്റ്റൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 26 ഏജ് ലിമിറ്റ്. മുകളിൽ പറഞ്ഞ പോലെ ഏജ് റിലാക്സേഷൻ ഇതിനുണ്ടായിരിക്കും. ദെൻ ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനുള്ള 3 ഇയർ ഡ്യൂറേഷനുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 55% മാർക്ക് വേണം. അത് നിങ്ങൾക്ക് BBA, BBS, BBM ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഉയർന്ന ക്വാളിഫിക്കേഷൻ, മുകളിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനേക്കാൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെ നേരെയും അതത് ഉയർന്ന ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊന്നും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
ഈ പറയുന്ന പോസ്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് സീരിയൽ നമ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉയർന്ന ക്വാളിഫിക്കേഷനാണ്. അതായത് നമ്മൾ മുകളിൽ പറഞ്ഞത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷനാണ്. ആ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനേക്കാൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മുടെ പീരീഡ് ഓഫ് അപ്രന്റീഷിപ്പ് ട്രെയിനിങ് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അത് എക്സ്പീരിയൻസ് ആയിട്ട് അത് കൗണ്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതത് റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ 60% മാർക്ക് എന്നുള്ള ചില പോസ്റ്റിലേക്ക് വേണം. അപ്പോൾ അവർക്ക് 55% മാർക്ക് മതി. ഇനി 55% മാർക്കുള്ള പോസ്റ്റിലേക്കാണെങ്കിൽ അവർക്ക് റിസർവ്ഡ് വാക്കൻസി ഉണ്ടെങ്കിൽ 50% മാർക്ക് മതി. 5% അവർക്കൊരു റിലാക്സേഷൻ ഉണ്ട് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെ മാർക്കിൽ കേട്ടോ. പിന്നെ ഏജ് ലിമിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. SC/ST ആണെങ്കിൽ 5, OBC NC ആണെങ്കിൽ PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷനും മറ്റു റിസർവേഷനൊക്കെ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അതത് റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അതല്ല ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ എൻ്റെ സാലറി കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 35,000 മുതൽ 24,000 വരെ ഓരോ പോസ്റ്റ് ഒരു സ്കെയിലാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ. പിന്നെ മറ്റൊട്ടനവധി അലവൻസും കാര്യങ്ങളും കമ്പനി അക്കോമഡേഷനും HRA മെഡിക്കൽ ഫെസിലിറ്റി കുറേ സംഭവങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് സാലറിക്ക് പുറമെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ ഇവരുടെ പ്രൊജക്റ്റുകൾ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ എവിടെ ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിരിക്കണം. അപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ ജനറൽ EWS OBC NC ആണെങ്കിൽ വെറും 50 രൂപയാണ് നമുക്ക് അപേക്ഷാ ഫീസ് വരുന്നത്. എന്നാൽ SC/ST PWD കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട. അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളെ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ചോദിച്ചവർ തന്നെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളെന്താണ് ഒരുപാട് മെസ്സേജ് വരുമ്പോൾ നമുക്ക് തന്നെ മടുപ്പ് വരും. കാരണം എല്ലാവരോടും ഇത് പറഞ്ഞ് നമ്മുടെ വീഡിയോ നിങ്ങൾ ദയവായിട്ട് മുഴുവനായിട്ടും കാണുക. കാരണം ഇപ്പോൾ അധികം ആളുകളും നമ്മുടെ വീഡിയോ കാണാതെ നമ്മുടെ ചാനൽ ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയൊന്നും ചെയ്യാതെയാണ് പലരും ചോദിക്കുന്നത്. ഇതെന്താണ് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസമുണ്ട്. കാരണം എല്ലാവർക്കും നമ്മൾ വോയിസ് ഇട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കളിക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് ടൈം അവിടെ നമുക്ക് വേസ്റ്റാണ്. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് സോൾവ് ചെയ്യാനൊക്കെ ആകുമ്പോൾ നമുക്കത് പ്രശ്നമില്ല. അതെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ വീണ്ടും ഈ പറയുന്ന ഇൻസ്റ്റയിലൊക്കെ വന്ന് ചോദിക്കുമ്പോൾ അത് വളരെ പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം ഇൻസ്റ്റയിൽ ചോദിക്കുക. ഇനി അങ്ങനെ ഞാൻ സീൻ ചെയ്താലും ഞാൻ എന്തെങ്കിലും റിപ്ലൈ തരില്ല കേട്ടോ. നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു പരിഭവം തോന്നണ്ട, അത് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. ഇനി ഇവിടെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പോസ്റ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മളെ കയ്യിൽ വേണമെന്ന് വെച്ചാൽ വാലിഡ് ആയുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സ്കാൻഡ് കോപ്പി ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് 3.5 × 4.5 സെൻറ്റിമീറ്ററിലുള്ള. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഡയമെൻഷനൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മുടെ സൈറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നത് ഈസി ടൂൾസിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാം. ഈസി ടൂൾസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ പറയുന്ന എന്താണ് ഞാൻ കാണിച്ചിട്ടത് ഫോട്ടോ എഡിറ്റർ ഉണ്ട്, SLC പെർസെൻറ്റേജ് ഏജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൂളുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്താതെ എഫക്റ്റീവ് ആണോ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഫോട്ടോ ഒക്കെ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് നിശ്ചിത KB ആക്കി എടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്കാൻഡ് സിഗ്നേച്ചറിൻ്റെ കോപ്പി നമ്മൾ എന്ത് ചെയ്യണം 50 KB 100 KB ഇടയിലുള്ള ഫയൽ സൈസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നമ്മൾ വെക്കണം, നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് അത് ആവശ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വിവിധ രീതിയിലായിരിക്കും. അത് നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സീരിയൽ നമ്പർ 1, 2 മുതൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കാം, ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ റിട്ടൺ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റും ഈ പറയുന്ന ഓപ്പറേറ്റർ ഫയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ്, കായികക്ഷമത നോക്കുന്നതിനുള്ള ടെസ്റ്റും പാട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ വ്യത്യസ്ത രീതിയിലുള്ള ടെസ്റ്റാണ്. അപ്പോൾ റിട്ടൺ ടെസ്റ്റാണ് ആദ്യം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പറയുന്ന ട്രേഡ് ടെസ്റ്റോ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റോ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ ജൂനിയർ അക്കൗണ്ടൻ്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് റിട്ടൺ ടെസ്റ്റും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റാണ്. കമ്പ്യൂട്ടറിൽ എത്രത്തോളം നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ ജൂനിയർ സൂപ്രണ്ടൻ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെങ്കിലും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ട്രാൻസ്ലേഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും അവർക്ക്. അപ്പോൾ ഓരോന്നിനും നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ടെസ്റ്റ് സെൻറ്റർ നമുക്ക് കേരളത്തിലില്ല. നമുക്ക് ചെന്നൈയിലും ഇവിടെ ബാംഗ്ലൂരിലൊക്കെ പോയിട്ട് എഴുതേണ്ടി വരും. പിന്നെ ഈ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളത് നോക്കാം. നിങ്ങൾക്ക് അതിനനുസരിച്ച് ഓപ്ഷൻ ഉണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 8/8 നമ്മളിന്ന് വീഡിയോ ചെയ്യുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് സെപ്റ്റംബർ
നിങ്ങൾക്ക് ഇവിടെ കാണാം 7/9/2024 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, 7/9/2024 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാം. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഇവിടെ നോട്ടിഫിക്കേഷൻ എടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ഒരു മാറുന്ന കമ്പനിയാണത്. അപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ മാനുവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ആകും. ദെൻ ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് ഇതിലുണ്ട്. ദെൻ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ടു രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിന് നേരെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, നിശ്ചയമായ സർവീസ് ചാർജ് ഒക്കെ ഉണ്ടായിരിക്കും, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ടു രജിസ്റ്റർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ പേര് കൊടുക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ, മെയിൽ ID ഒക്കെ കൊടുക്കുക. അങ്ങനെ വെരിഫൈ ചെയ്ത് നമ്മൾ ചെയ്ത് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല അത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്കത് വെച്ച് കുറച്ചും കൂടെ തെറ്റൊന്നുമില്ലാതെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വൺസ് നമ്മളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് ഒരിക്കലും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ സബ്മിറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.